അടിയാളർ എന്ന് കണക്കാക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കിയതിൻ്റെ ചരിത്രത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ആ വോയിസ് ഓഫ് വോയിസ്ലെസ്സിലൂടെ വരുന്നത്. അതുപോലെ തന്നെ ഈ വേടൻ വേറൊരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ അനുഭവിച്ച വേദനയുടെ പ്രതിഫലനം കൂടിയാണോ? അത് വേദനയുടെ പ്രതിഫലനം മാത്രമല്ല, പ്രതിഷേധത്തിൻ്റെ ശബ്ദം കൂടിയാണ്. നമ്മൾ വേദനയുടെ പ്രതിഫലനങ്ങളായിട്ടുള്ള ഒട്ടേറെ പാട്ടുകൾ നമ്മുടെ നാടൻ പാട്ടുകളായിട്ടൊക്കെ നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്നുണ്ട്. അതിൽ മനുഷ്യർ ഈ വിറ്റ് വില വാങ്ങി നാനാദേശങ്ങളിലേക്ക് പിരിച്ചയക്കപ്പെടുന്ന അടിമവംശത്തിൻ്റെ രോദനങ്ങൾ, തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വേദനകൾ, ഇതൊക്കെ നമ്മൾ നാടൻ പാട്ടുകളിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേൾക്കുന്നത് ആ കരച്ചിലിൻ്റെ ശബ്ദത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ പോരാട്ടത്തിൻ്റെ അവിടെയാണ് നമ്മൾ വേടനെ ഒരു കൗണ്ടർ ഹെജിമണി കൾച്ചർ അല്ലെങ്കിൽ പ്രതിസംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമായിട്ട്, വേടൻ സ്വയം ഒരു രാഷ്ട്രീയമാണ്. വേടൻ്റെ രാഷ്ട്രീയം എന്ത്? വേടനാരെന്ന് ചോദിക്കുന്നത് പോലെ പ്രസക്തമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രസക്തമാണ്. വേടൻ എന്ന് പറയുന്നതിന് നമുക്ക് ആ പേരിൽ തന്നെ അധിക്ഷേപ വാക്കായി, തന്നെ അവഹേളിക്കാനുള്ള ഒരു അധിക്ഷേപ വാക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പദത്തെ തൻ്റെ അടയാള വാക്യമായിട്ട് ഉപയോഗിക്കാൻ ഒരുത്തൻ തീരുമാനിക്കുന്നു. അതിൽ തന്നെ പ്രതിരോധത്തിൻ്റെ വലിയ രാഷ്ട്രീയം.